നമസ്കാരം. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. കടലിൽ നിന്ന് ഒരു പ്രത്യേക മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങുന്നു. അത് കരയിൽ കൊണ്ടുവന്നതും കണ്ടു നിന്നവരുടെ നെഞ്ചിടിപ്പും ഏറുകയുണ്ടായി. വളരെ ചുരുക്കം മാത്രം കണ്ടിട്ടുള്ള ഒരു മത്സ്യം. അത് കരയിലെത്തിയാൽ എന്തോ വലിയ ദുരന്തം വരുന്നു എന്നാണ് വിശ്വാസം. കടലിൻ്റെ അടിത്തട്ടിൽ മാത്രം ജീവിക്കുന്ന മത്സ്യം, അതാണ് ഓർ മത്സ്യം. വെളുത്ത നിറത്തിൽ റിബൺ പോലെ ശരീരമാണ് ഇതിനുള്ളത്. സമുദ്രോപരിതലത്തിൽ അസാധാരണമായി എത്തിയ ഈ മത്സ്യത്തിന് ഏകദേശം 30 അടിയോളം നീളമുണ്ട് എന്നാണ് റിപ്പോർട്ട്. എന്തുകൊണ്ട് ഈ മത്സ്യം അസാധാരണമാകുന്നു? ഇതിനെ എന്തുകൊണ്ട് ആളുകൾ ഭയക്കുന്നു? ഇത് വന്നാൽ ദുരന്തമുണ്ടാകുമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? പരിശോധിക്കാം. ഓർ മത്സ്യങ്ങൾ സമുദ്രോപരിതലത്തിൽ നിന്ന് 656 മുതൽ 3200 അടി വരെ താഴ്ചയിലാണ് ജീവിക്കുന്നത്. ആഴക്കടലിൽ ജീവിക്കുന്ന ഈ മത്സ്യം ഭൂകമ്പമോ അഗ്നിപർവ്വത സ്ഫോടനമോ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് കടലിൻ്റെ ഉപരിതലത്തിൽ എത്താറുള്ളത് എന്നാണ് വിശ്വാസം. 2011 ഫുകുഷിമ ഭൂകമ്പവും സുനാമിയും ഉണ്ടാകുന്നതിന് മുൻപുള്ള 2 വർഷങ്ങളിൽ ഡസൻ കണക്കിന് ഓർ മത്സ്യങ്ങൾ തീരത്ത് വന്നടിഞ്ഞതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 2017 ഫിലിപ്പീൻസിൽ 6.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് മുൻപ് 2 ഓർ മത്സ്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെയാണ് ഉപരിതലത്തിൽ ഓർ മത്സ്യങ്ങളുടെ സാന്നിധ്യം വരാനിരിക്കുന്ന ദുരന്തത്തെ സൂചിപ്പിക്കുന്നുവെന്ന വിശ്വാസം ശക്തിപ്പെടാൻ തുടങ്ങിയത്. കൂടാതെ മെക്സിക്കോയിൽ ഒരു പ്രധാന ഭൂകമ്പം ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപ് തീരത്ത് ഒരു ഓർ മത്സ്യത്തെ കണ്ടെത്തിയിരുന്നു. ഈ വിശ്വാസങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ശാസ്ത്രീയമായ തെളിവുകൾ കൂടി ഇതിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഇതൊന്നും തന്നെ ഈ ഒരു വിശ്വാസത്തെ പിന്തുണയ്ക്കുന്നില്ല. 2019 അമേരിക്കയിലെ ബുള്ളറ്റിൻ ഓഫ് ദ സീസ്മോളജിക്കൽ സൊസൈറ്റി പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ട് അനുസരിച്ച് 1928 മുതൽ 2011 വരെയുള്ള ഭൂകമ്പങ്ങളും ഓർ മത്സ്യങ്ങളുടെ അസാധാരണ വരവും തമ്മിൽ ബന്ധമില്ല എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഓർ മത്സ്യത്തെ കാണുന്നതും ഭൂകമ്പവും തമ്മിൽ വ്യക്തമായ ബന്ധമില്ല എന്ന് ഗവേഷകനായ യോഷിയാക്കി ഒരിഹാരയും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. സമുദ്രത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, താപനിലയിലെ ഏറ്റക്കുറച്ചിലുകൾ തുടങ്ങിയ സ്വാഭാവിക കാരണങ്ങളാൽ ഓർ മത്സ്യം കടലിൻ്റെ ഉപരിതലത്തിൽ പ്രത്യക്ഷപ്പെടാം എന്നാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. ഉദാഹരണത്തിന് 2018 ഒരു പഠനത്തിൽ പറയുന്നത് എൽ നിനോ പോലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ സാധാരണയേക്കാൾ ഉയർന്ന സമുദ്ര താപനിലയ്ക്ക് കാരണമാകും എന്നാണ്. ഈ സമയത്ത് ഓർ മത്സ്യങ്ങൾ പോലുള്ളവ ആഴം കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഓർ മത്സ്യത്തെ കാണുന്നത് അപൂർവമാണെങ്കിലും അതിനെ ദുരന്തങ്ങളുമായി കൂട്ടിക്കെട്ടേണ്ടതില്ല എന്നാണ് സമുദ്രജീവശാസ്ത്രജ്ഞനായ തോമസ് ക്ലാവറി പറയുന്നത്. മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ ഓർ മത്സ്യത്തെ സാധാരണയായി കാണാറുണ്ട് എന്നും അതുകൊണ്ട് തന്നെ സുനാമിക്ക് സാധ്യതയുണ്ടെന്നും പറയുന്നത് അടിസ്ഥാനരഹിതമായ കാര്യമാണെന്നും ഗവേഷകർ പറയുകയാണ്. ആഴക്കടലിലെ ചെറുതും വലുതുമായ ഭൂകമ്പത്തിന് മുൻപുണ്ടാകുന്ന സൂക്ഷ്മമായ മർദ്ദമാറ്റങ്ങൾ മത്സ്യത്തെ ഉപരിതലത്തേക്ക് തള്ളിവിട്ടേക്കാമെന്ന് ചില വിദഗ്ധർ അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച് വ്യക്തമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുന്നതും ഈ ഒരു വാദമാണ്. ഉൾക്കടലിൽ ഭൂകമ്പം ഉണ്ടാകുന്നുവെന്ന് തിരിച്ചറിഞ്ഞാണ് ഇത്തരം മത്സ്യങ്ങൾ കരയിലേക്ക് വരുന്നത് എന്നും ഉടൻ തന്നെ അത് കരയിലും ഭൂകമ്പം ഉണ്ടാകുമെന്നും ഒക്കെയുള്ള വാദങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ തമിഴ്നാട്ടിലെ തീരത്ത് ഓർ മത്സ്യങ്ങൾ എത്തിയതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ചിലർ ഇതിനെ ഒരു ദുരന്ത മുന്നറിയിപ്പായി കണക്കിലെടുക്കുമ്പോൾ മറ്റുള്ളവർ ഇതിനെ ഒരു സ്വാഭാവിക പ്രതിഭാസമായി മാത്രമായിട്ടാണ് കണക്കാക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ മത്സ്യങ്ങൾക്ക് അസുഖം വരുമ്പോഴും ജീവൻ നഷ്ടപ്പെടുന്ന സമയത്തും സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലേക്ക് എത്തുമെന്നുമാണ് പഠനങ്ങളിൽ പറയുന്നത്. സ്ക്രിപ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓഷ്യാനോഗ്രഫി പുറത്തുവിട്ട കണക്ക് പ്രകാരം 1901 മുതൽ 2024 വരെ കാലിഫോർണിയയിൽ 20 ഓർ മത്സ്യങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവയിൽ മിക്കതും ചത്തുപോയിട്ടുണ്ട്. നിലവിൽ ഓർ മത്സ്യത്തെ കണ്ടു എന്നതുകൊണ്ട് ഒരു തരത്തിലും പേടിക്കേണ്ട സാഹചര്യമില്ല എന്ന് ചുരുക്കം.